സെക്രട്ടറി ശ്രീമതി ഗീത, ഓർഗനൈസിംഗ് സെക്രട്ടറി ഹുസൈബ, മറ്റ് യൂണിറ്റ് അംഗങ്ങളെ, മഹിളാ അംഗങ്ങളെ, എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും പറയുന്നത് ബുദ്ധിമുട്ടുകളൊക്കെ ചിലർക്ക് ഉണ്ടായിട്ടായിരിക്കും. ഇന്ന് നമ്മെ സംബന്ധിച്ച് വർഷങ്ങളായി നമ്മൾ ഈ ആഘോഷങ്ങൾ നടത്തുന്നുവെങ്കിലും ഓരോ പ്രാവശ്യവും നമ്മൾക്ക് ഓരോ പ്രത്യേകതകളുണ്ടാകും. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ യൂണിഫോം ആദ്യമായിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മളുടെ അതിൻ്റെ പ്രൗഢി ഇന്ന് ഈ നാട്ടിനെ കാണിച്ചു കൊടുക്കാനും സാധിച്ചു. ഘോഷയാത്ര ഉണ്ടായിരുന്നു, മറ്റു പരിപാടികളെല്ലാം നടന്നു. അതിയായ സന്തോഷം. ഇന്ന് രാജ്യത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ഇന്ത്യ ഒട്ടുക്ക് ആഘോഷിക്കുകയാണ്. ഇന്ന് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ റെഡ് ഫോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പതാക ഉയർത്തിക്കഴിഞ്ഞു. അതോടെ ഇന്ന് നമ്മുടെ രാജ്യമൊട്ടാകെ ആഘോഷങ്ങളാണ്. ജാതി മത ഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ഇന്ത്യക്കാരും ഒരേ ഉദ്ദേശത്തോടു കൂടി ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ 79ാമത് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഓർക്കേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളുടെ പൂർവികർ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ഇരിക്കുന്നത്. നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും പറ്റാത്ത സാഹചര്യത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 17ാം നൂറ്റാണ്ട് മുതൽ